Hello everyone, welcome to my YouTube channel. So, Three Body Problem by the creators of Game of Thrones, David Benioff, D.B. Weiss and Alexander Wu. ഈ സീരീസ് ലിയു സെർഷൻ്റെ ത്രീ ബോഡി പ്രോബ്ലം എന്ന ബുക്കിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. ഇതൊരു ഗ്രാവിറ്റേഷണൽ കോൺസെപ്റ്റ്, ന്യൂട്ടൻ്റെ ഗ്രാവിറ്റേഷണൽ കോൺസെപ്റ്റിന് ബേസ് ചെയ്ത്, അതായത് ഈ കോൺസെപ്റ്റ് പറയുന്നത് ത്രീ ബോഡി പ്രോബ്ലം എന്ന കോൺസെപ്റ്റ് പറയുന്നത് ഏതെങ്കിലും സിമിലർ മാസമുള്ള 3 സെലസ്റ്റിയൽ ബോഡീസ് സെയിം ഗ്രാവിറ്റേഷണൽ ഫീൽഡ് വരുമ്പോൾ അവർ തമ്മിൽ ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് പ്രശ്നങ്ങൾ ആ ഗ്രാവിറ്റിയിലൊക്കെ ഇഷ്യൂസ് ഉണ്ടാവും. അപ്പം അതാണ് മെയിൻലി ഈ സീരീസിൽ പ്രത്യേകിച്ച് ഈ ബുക്കിൽ എടുത്ത് പറയുന്ന കോൺസെപ്റ്റ്. അപ്പം ഈ സീരീസിന് ഒരു സീസണേ ഉള്ളൂ, ഇപ്പോൾ ഒരു സീസൺ ഇറങ്ങിയിട്ടുള്ളൂ. 8 എപ്പിസോഡ്സ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ക്രിയേറ്റേഴ്സ് പറയുന്നത് ലിയു സെർഷൻ്റെ ബുക്കിലെ 3 വോളിയൂംസ് ഉള്ള ബുക്കിലെ ഫസ്റ്റ് വോളിയത്തിൻ്റെ പകുതി പോലും ഇല്ല ഈ 8 എപ്പിസോഡ്സിലാണ്. അപ്പം യു ക്യാൻ സീ ഹൗ കോംപ്ലിക്കേറ്റഡ് ദ സ്റ്റോറി ലൈൻ ഈസ്. ഈ സീരീസിനൊരു ലോങ് ലിസ്റ്റ് ഓഫ് ക്യാരക്ടേഴ്സ് ആണുള്ളത്. എയ്സ ഗോൺസേലിയസ്, ജെസ് ഹോങ്, ബെനഡിക്റ്റ് വോങ്, ജോൺ ബ്രാഡ്ലി, മാർലോ കെല്ലി, അലക്സ് ഷാർപ്പ് ആൻഡ് ലിയൻ കണ്ണിങ്ഹാം. ഇത്രയും പേരാണ് ഈ സീരീസിലുള്ളത്. അപ്പം ഈ സീരീസ് കണ്ടു തുടങ്ങിയപ്പോൾ നമുക്ക് ഫ്രം ദ ബിഗിനിങ് നമുക്ക് മനസ്സിലാകുന്ന ഒരു ഫാക്ടറാണ്, ഈ സീരീസ് ഒരു പർട്ടിക്കുലർ പോയിൻ്റ് ഓഫ് ടൈമിലെ കഥ പറയുന്നതല്ല. മില്യൺസ് ഓഫ് ഇയേഴ്സ് അല്ലെങ്കിൽ 100 ഓഫ് ഇയേഴ്സിൽ വരുന്ന ഒരു പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ് ആയിട്ടാണ് ഈ സീരീസ് ഫ്രം ദ ബിഗിനിങ് ടിൽ ദ എൻഡ് വരുന്നത്. അപ്പം ഇതിലൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടറായിട്ട് എനിക്ക് തോന്നിയത്, ഞാൻ ഈ സീരീസ് കണ്ടപ്പം എനിക്ക് ഇത് ഒരു ഗ്രാവിറ്റേഷണൽ കോൺസെപ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ടാണെന്നോ അല്ലെങ്കിൽ ഇത് എന്താ പറയുക ഇതിൻ്റെ മീനിങ് എന്താണെന്നോ ഞാൻ ഈ ബുക്കൊന്നും വായിച്ചിട്ട് പോലും ഇല്ല. ഞാൻ ഈ സീരീസ് ബേസ് ചെയ്തിരിക്കുന്ന ബുക്ക് ഞാൻ വായിച്ചിട്ടില്ല. അപ്പം അതൊന്നും ഇല്ലാതെ ഒന്നും അറിയാതാണ് ഞാൻ ഈ സീരീസ് കണ്ടു തുടങ്ങിയത്. അപ്പം അങ്ങനെ കാണുമ്പം വീഡിയോ ഗെയിം റിലേറ്റഡ് എന്തോ ഒരു സീരീസാണെന്ന് നമുക്ക് ഫീൽ ചെയ്യും. പിന്നെയും കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഈ ഓൾട്ടർനേറ്റ് റിയാലിറ്റി, മൾട്ടിവേഴ്സ് ഇതിനെയൊക്കെ ബേസ് ചെയ്തുകൊണ്ടുള്ളൊരു സീരീസാണെന്ന് നമുക്ക് ഫീൽ ചെയ്യും. അങ്ങനെ 5th 6th എപ്പിസോഡൊക്കെ വരുമ്പോഴാണ് ഇതിൻ്റെ ശരിക്കുമുള്ള ജോണറിലേക്ക്, അതായത് സയൻസ് ഫിക്ഷനിലേക്ക് ഈ സീരീസ് വരുന്നത്. അപ്പം ഇത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു പ്ലോട്ട് ലൈനും ട്വിസ്റ്റും സ്റ്റോറിയും ഒക്കെ ആയിട്ടുള്ളൊരു വലിയ സീരീസ് തന്നെയാണ് ഈ 3 ബോഡി പ്രോബ്ലം. പിന്നെ എനിക്ക് ഒരു ഡ്രോബാക്ക് ആയിട്ട് തോന്നിയത്, ഈ 8th എപ്പിസോഡ് ഞാൻ കണ്ടപ്പം ഈ സീരീസ് അങ്ങ് പെട്ടെന്ന് എന്തോ ഒരു കംപ്ലീറ്റ്നെസ് ഇല്ലാതെ തീർന്നു പോയാലും നമുക്ക് ഫീൽ ചെയ്യും. അതിൻ്റെ മെയിൻ റീസൺ എനിക്ക് തോന്നുന്നു ഇത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു സ്റ്റോറി ഉള്ളതുകൊണ്ടായിരിക്കും. പക്ഷെ എനിക്ക് പെട്ടെന്ന് എന്തോ, ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് കണ്ടു തുടങ്ങിയിട്ട് പെട്ടെന്ന് എന്തോ തീർന്നത് പോലെ ഒരു ഫീലായിരുന്നു ഈ സീരീസിൻ്റെ 8th എപ്പിസോഡ് ലാസ്റ്റ് എൻഡിങ് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് തോന്നിയത്. പക്ഷേ അതിനൊക്കെ വെച്ച് നോക്കുമ്പം നല്ലൊരു എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു നെറ്റ്ഫ്ലിക്സ് സയൻസ് ഫിക്ഷൻ സീരീസ് തന്നെയാണ് 3 ബോഡി പ്രോബ്ലം. അപ്പം ഞാനൊരു ഈ സയൻസ് ഫിക്ഷൻ സീരീസിനെ ബേസ് ചെയ്തുകൊണ്ടുള്ളൊരു യൂട്യൂബ് വീഡിയോ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം ഓരോരോ സീരീസ് കണ്ടു തീർക്കുകയാണ്. അപ്പോൾ ഈയിടെയായിട്ട് എക്സാംസും വൈവേയും പ്രോജക്റ്റൊക്കെ കാരണം എനിക്ക് യൂട്യൂബ് വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ ഈ സീരീസ് ആക്ച്വലി എക്സാമിന് മുമ്പേ കണ്ടു തീർത്താം. അപ്പം സ്റ്റേ ട്യൂൺ. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ യൂട്യൂബ് ചാനൽ ആൻഡ് ക്ലിക്ക് ദ നോട്ടിഫിക്കേഷൻ ബെൽ.